എല്ലാവർക്കും ICFOSSന്റെ ലിനക്സ് സീരീസിൽ പാർട്ട് 4 വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ലിനക്സ് കമാൻഡ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് ലിനക്സ് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ച് പഠിക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, എസ്പെഷ്യലി ലിനക്സ് പഠിക്കുന്നവർക്ക്. ഇവിടെ നമ്മൾ ലിനക്സ് ഫയൽ സിസ്റ്റം, അതിൻ്റെ ആർക്കിടെക്ചർ, ഫയൽ സിസ്റ്റം ഡയറക്ടറീസ് എല്ലാം ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ our first section, what is a Linux file system? ലിനക്സ് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫയൽസും ഡയറക്ടറീസും സ്റ്റോർ ചെയ്യുന്ന ഫയൽ സ്ട്രക്ചറാണ്. ലൈക്ക് നമ്മൾ വിൻഡോസിൽ ഫയൽ ഫോൾഡേഴ്സ് ഒക്കെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ലോക്കൽ ഡിസ്ക് DEF എന്നൊക്കെയാണ്. അതുപോലെ ലിനക്സ് സിസ്റ്റത്തിൽ ഫയൽസ് എല്ലാം ഹൈറാർക്കി സ്ട്രക്ചറിലാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. സ്ക്രീനിൽ ലിനക്സ് ഫയൽ സിസ്റ്റത്തിൻ്റെ സ്ട്രക്ചർ കാണാം. ഫയൽ സ്ട്രക്ചർ തുടങ്ങുന്നത് റൂട്ട് ഡയറക്ടറിയിൽ നിന്നാണ്. ശേഷം മറ്റ് ഡയറക്ടറീസ് ബിൻ, ഹോം എന്നിവ നമുക്ക് കാണാം. ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയി പിന്നീട് നോക്കാം. സോ ലിനക്സ് ഫയൽ സിസ്റ്റത്തിൽ ഫയൽ നെയിംസ് എല്ലാം കേസ് സെൻസിറ്റീവ് ആണ്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ F file.txt സ്മോൾ ലെറ്റർ F file.txt രണ്ടും ഡിഫറെൻറ്റ് ഫയൽസ് ആണ്. അതുപോലെ ലിനക്സിൽ ഡിവൈസും ഡയറക്ടറീസും എല്ലാം ഫയൽസ് ആയി കൺസിഡർ ചെയ്യുന്നതാണ്. ഇത് ഫയൽ സിസ്റ്റത്തിനുള്ളിൽ ഒരു യുണീക്ക് അപ്രോച്ചിന് വേണ്ടിയാണ് എല്ലാം ഫയലായി കൺസിഡർ ചെയ്യുന്നത്. ലിനക്സ് ഫയൽ സിസ്റ്റത്തിൻ്റെ വേരിയസ് ടൈപ്സ് നോക്കാം. ഫസ്റ്റ് വൺ EXT മീൻസ് എക്സ്റ്റൻഡഡ് ഫയൽ സിസ്റ്റം. ലിനക്സ് ഫയൽ സിസ്റ്റത്തിൽ ആദ്യമായി 2 TB ഡേറ്റ മാനേജ് ചെയ്യാൻ കഴിയുന്നത് EXT2 ഫയൽ സിസ്റ്റം ഉപയോഗിച്ചാണ്. EXT ഫയൽ സിസ്റ്റം 4 വേർഷൻസ് ആണ് ഉള്ളത്. EXT, EXT2, EXT3, EXT4. ഇതിൽ EXT4 ഫയൽ സിസ്റ്റമാണ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫയൽ സിസ്റ്റം. EXT4 ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആണ്, ഡേറ്റ ലോസ് ആകുന്ന ചാൻസ് കുറവാണ്, പെർഫോമൻസ് വൈസ് EXT4 നന്നായി വർക്ക് ചെയ്യുന്നതുമാണ്. JFS മീൻസ് ജേർണൽഡ് ഫയൽ സിസ്റ്റം. JFS യുണിക്സിന് വേണ്ടി IBM ഡെവലപ്പ് ചെയ്ത ഫയൽ സിസ്റ്റമാണ്. EXT ഫയൽ സിസ്റ്റത്തിന് പകരമായി ഉപയോഗിക്കുന്നതാണ് JFS ഫയൽ സിസ്റ്റം. CPU പവർ ലിമിറ്റഡ് ആയി ഉള്ളപ്പോഴാണ് JFS ഫയൽ സിസ്റ്റം കൂടുതലായി ഉപയോഗിക്കുന്നത്. XFS ഹൈ പെർഫോമൻസ് ഫയൽ സിസ്റ്റം ആണ്. മെയിൻലി ലാർജ് ഫയൽസ് നന്നായി ഹാൻഡിൽ ചെയ്യാനാണ് XFS ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം XFS ഫയൽ സിസ്റ്റം നാസയിൽ ഉപയോഗിക്കുന്നു എന്നത് തന്നെയാണ്. BTRFS മീൻസ് ബീറ്റ് ട്രീ ഫയൽ സിസ്റ്റം എന്നാണ്. ഇത് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഉള്ള ഫയൽ സിസ്റ്റമാണ്. ഫോൾട്ട് ടോളറൻസ്, റിപ്പയർ സിസ്റ്റംസ് എന്നിവയിൽ BTRFS ഫയൽ സിസ്റ്റം യൂസ് ചെയ്യുന്നു. FAT32 ഫയൽ സിസ്റ്റം എന്നത് സിമ്പിളും ഈസിയുമായിട്ടുള്ള പഴയ ഒരു ഫയൽ സിസ്റ്റമാണ്. FAT32 പഴയത് ഉൾപ്പെടെ എല്ലാ ഡിവൈസസുമായി കോമ്പാറ്റബിൾ ആണ്. ഈ ഫയൽ സിസ്റ്റത്തിന് മാക്സിമം ഫയൽ സൈസ് 4 GB ആണ്. അതുകൊണ്ട് തന്നെ വലിയ ഫയൽസിന് പ്രശ്നമായിരുന്നു. NTFS ഫയൽ സിസ്റ്റം അഡ്വാൻസ്ഡും എഫിഷ്യൻറ്റുമായിട്ടുള്ള പുതിയ ഫയൽ സിസ്റ്റമാണ്. ഈ ഫയൽ സിസ്റ്റത്തിന് ഫയൽ സൈസിനും ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ കംപ്രഷൻ, എൻക്രിപ്ഷൻ പോലുള്ള ഫീച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിരുന്നാലും NTFS പഴയ ഡിവൈസസുമായി കോമ്പാറ്റബിൾ അല്ല. ഫയൽ സിസ്റ്റത്തിൽ 3 ലെയേഴ്സ് ആണുള്ളത്: ലോജിക്കൽ ഫയൽ സിസ്റ്റം, വെർച്വൽ ഫയൽ സിസ്റ്റം ആൻഡ് ഫിസിക്കൽ ഫയൽ സിസ്റ്റം. സോ ഫസ്റ്റ് വൺ, ലോജിക്കൽ ഫയൽ സിസ്റ്റം. യൂസറും ആപ്ലിക്കേഷൻസിനും തമ്മിലുള്ള ഇൻ്റർഫേസ് ആണ് ലോജിക്കൽ ഫയൽ സിസ്റ്റം. ഫയൽ ഓപ്പണിംഗ്, ക്ലോസിംഗ്, റീഡിംഗ് തുടങ്ങിയ ഓപ്പറേഷൻസ് ചെയ്യുവാൻ ലോജിക്കൽ ഫയൽ സിസ്റ്റം സഹായിക്കുന്നു. വെർച്വൽ ഫയൽ സിസ്റ്റം. ഈ ഫയൽ സിസ്റ്റം ഒരു ക്രൂഷ്യൽ ലെയറായി വർക്ക് ചെയ്യുന്നു. ഇത് മൾട്ടിപ്പിൾ ഫിസിക്കൽ ഫയൽ സിസ്റ്റത്തിനെ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. ഫിസിക്കൽ ഫയൽ സിസ്റ്റം ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇത് ഡെസ്കിൽ ഫയൽ സ്റ്റോർ ചെയ്യുക, റിട്രീവ് ചെയ്യുക, ഫിസിക്കൽ സ്റ്റോറേജ് മീഡിയം മാനേജ് ചെയ്യുക എന്നിവ നടത്തുന്നു. PFS ഹാർഡ്വെയർ കോമ്പോണൻസുമായി ഇൻ്ററാക്ട് ചെയ്ത് ഡേറ്റ എഫിഷ്യൻ്റായി ഹാൻഡിൽ ചെയ്യുന്നു. ഇനി നമുക്ക് ഫയൽ സിസ്റ്റത്തിൻ്റെ ഡയറക്ടറീസ്, പലതരം ടൈപ്സ്, അതിനെപ്പറ്റി പഠിക്കാം. ഹോം. ഇത് യൂസേഴ്സിന് പേഴ്സണൽ ഫയൽ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്ടറിയാണ്. ബിൻ. ഇത് ബേസിക് കമാൻഡ്സും എക്സിക്യൂട്ടബിൾസ് സ്റ്റോർ ചെയ്യുന്ന ഡയറക്ടറിയുമാണ്. LS, CP, MV പോലത്തെ കമാൻഡ്സും ഇവിടെയുണ്ട്. ETC. ഇത് സിസ്റ്റം കോൺഫിഗറേഷൻ ഫയൽസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. നമുക്ക് സിസ്റ്റം സെറ്റിംഗ്സ് മോഡിഫൈ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. വേരിയബിൾ. ഇത് വേരിയബിൾ ഫയൽസ് ലൈക്ക് ലോഗ്സ് ആൻഡ് ഡേറ്റാബേസസ് സ്റ്റോർ ചെയ്യുന്ന ഡയറക്ടറിയാണ്. യൂസർ. ഇത് യൂസർ പ്രോഗ്രാംസ് ആൻഡ് ഫയൽസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്ടറിയാണ്. റൂട്ട് ഡയറക്ടറി. ഇത് ഫയൽ സിസ്റ്റത്തിനുള്ളിൽ ഹയസ്റ്റ് ലെവൽ ഡയറക്ടറിയാണ്.
എല്ലാ ഡയറക്ടറീസ് ആൻഡ് ഫയൽസ് ഇവിടെ നിന്നും സ്റ്റാർട്ടായി ഹൈറാർക്കിയൽ സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലൈബ്രറി, ഇത് സിസ്റ്റം ലൈബ്രറി സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. OPT, ഓപ്ഷണൽ സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്ടറിയാണ്. തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഇൻസ്റ്റലേഷൻ ഇവിടെ ചെയ്യപ്പെടുന്നു. TMP, ടെമ്പററി ഫയൽസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്ടറിയാണ്. ആപ്ലിക്കേഷൻസ് ടെമ്പററി ഫയൽസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. MNT, സിസ്റ്റത്തിൽ അഡീഷണൽ ഫയൽ സിസ്റ്റംസ് മൗണ്ട് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം. മീഡിയ, റിമൂവബിൾ മീഡിയ ലൈക്ക് USB ഡ്രൈവ്സ് ആൻഡ് CDs മൗണ്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്ടറിയാണ്. SRV, ഇത് സർവീസ് റിലേറ്റഡ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡയറക്ടറിയാണ്. ഇതൊക്കെയാണ് ബേസിക് കമാൻഡ്സ്. CD ഡയറക്ടറി ചേഞ്ച് ചെയ്യാൻ, LS ഫയൽസ് കാണിക്കാൻ, PWD കറന്റ് ഡയറക്ടറി കാണിക്കാൻ യൂസ് ചെയ്യുന്നു. ഫയൽ പെർമിഷൻസ് കാണിക്കാൻ LSL കമാൻഡ് യൂസ് ചെയ്യാം. പെർമിഷൻസ് മാനേജ് ചെയ്യാൻ chmod കമാൻഡ് ഉപയോഗിക്കാം. ഇത്രയുമാണ് ലിനക്സ് ഫയൽ സിസ്റ്റത്തിനെ കുറിച്ചുള്ളത്. അടുത്ത വീഡിയോയിൽ ഷെൽ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി പഠിക്കാം. താങ്ക് യു.